കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാലക്കുടിയിൽ കുരങ്ങന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീകൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയതിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് പരാതി. ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈല ജീവനൊടുക്കിയത് കുറിപ്പെഴുതി വെച്ച ശേഷം. ഒല്ലൂർ സെന്ററിൽ ചരക്ക് ലോറിയും ശബരിമല തീർത്ഥാടകരുടെ ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുമതിലിടിച്ച് കയറി 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. പരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ സ്കൂട്ടറിടിച്ച സൈക്കിൾ യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്ക്. സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന സമാപിച്ചു. വയനാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. ആതിഥേയരായ തൃശൂരിന് 2ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ കുരങ്ങന്റെ ആക്രമണം 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വെട്ടുകടവ് പാലത്തിന് സമീപത്തെ പുഴയോരം സ്ട്രീറ്റിൽ ചിറയത്ത് മുണ്ടൻമാണി ആഗസ്തിയുടെ ഭാര്യ മോളി, പരിയാരം കുറ്റിക്കാട് മണിയാടൻ വീട്ടിൽ കുട്ടപ്പന്റെ ഭാര്യ ഗിരിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട്ടുപറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മോളിയുടെ പിൻഭാഗത്ത് ചാടിക്കയറിയ കുരങ്ങ് മുതുകിൽ മാരകമായി മാന്തി പരിക്കേൽപ്പിച്ചു. ഇവർ നിലവിളിച്ച് ബഹളം വെച്ചെങ്കിലും വീട്ടിലും പരിസരത്തും ആരും ഉണ്ടായിരുന്നില്ല. 1 മിനിറ്റോളം ആക്രമിച്ച കുരങ്ങ് പിന്നീട് ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് ഇതേ കുരങ്ങ് 400 മീറ്റർ അകലെയുള്ള തോട്ടാൻ ജോർജിന്റെ വീട്ടുപറമ്പിലെത്തി. പറമ്പിൽ പണിയെടുക്കുകയായിരുന്ന ഗിരിജയുടെ കാലിലായിരുന്നു കുരങ്ങിന്റെ ആക്രമണം. ഇരുവരെയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പേവിഷബാധ പ്രതിരോധ മരുന്നാണ് ഇരുവർക്കും കുത്തിവെച്ചത്. വിവരമറിഞ്ഞ് വനം വകുപ്പിന്റെ ചാലക്കുടി മൊബൈൽ സ്ക്വാഡിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിസരത്ത് പരിശോധന നടത്തി. വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം ഇരുവർക്കും നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാലക്കുടി പുഴയോരം കേന്ദ്രീകരിച്ച് കുരങ്ങുകൾ തമ്പടിച്ച് നാട്ടുകാർക്ക് ഭീഷണിയായെന്ന് വാർഡ് കൌൺസിലർ ജിയോ കിഴക്കുംതല പറഞ്ഞു. സംഭവത്തോടെ വെട്ടുകടവ് പ്രദേശത്തെ നാട്ടുകാർ ഭീതിയിലായി. കുരങ്ങുകൾ 2 പേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുരങ്ങുകൾ പല സമയങ്ങളിലൊക്കെ വന്നിങ്ങനെ പോവാറുണ്ടെങ്കിലും ആളുകളെ ആക്രമിക്കുന്നത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കുരങ്ങുകൾ ഇങ്ങനെ സാധാരണ ആക്രമിക്കാറില്ല. വന്ന് ഭക്ഷണത്തിനൊക്കെ തട്ടിപ്പറിക്കുകയും ഇങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ പൊട്ടിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സംശയം, ഇനി പട്ടിക്കൊക്കെ മൃഗങ്ങൾക്ക് പേ ഇളകുന്ന പോലെ കുരങ്ങിനും പേ ഇളകുന്നുണ്ടോ, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. നമ്മൾ കുരങ്ങിനെ തേടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമ്മുടെ വാർഡിലെ സന്നദ്ധ പ്രവർത്തകരും പുഴയുടെ തീരത്ത് അന്വേഷണം നടത്താണ്. കഴിയുമെങ്കിൽ പിടിക്കാനും അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിച്ചു കളയാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി പ്രദേശത്ത് കണ്ടുവരുന്ന കുരങ്ങുകളിൽ ഒന്നാണ് 2 പേരെ ആക്രമിച്ചത്. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയതിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് പരാതി. ഇരിങ്ങപ്പുറം സ്വദേശി പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ 50 വയസ്സുള്ള ജുമൈലയാണ് മരിച്ചത്. വീടിനു പുറകിലെ പറമ്പിലാണ് വ്യാഴാഴ്ച പുലർച്ചെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ ജുമൈലയെ കണ്ടെത്തിയത്. 1 വർഷം മുമ്പ് ജുമൈല നാട്ടുകാരിയായ സ്ത്രീയിൽ നിന്ന് പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിയിരുന്നതായി പറയുന്നു. പലിശ ഇനത്തിൽ മാത്രമായി മാസം 10,000 രൂപ വീതം 8 മാസത്തോളം നൽകിയെങ്കിലും 2 മാസം പണം നൽകാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് പലിശക്കാരിയായ സ്ത്രീ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുറിപ്പെഴുതി വെച്ച ശേഷമാണ് ജുമൈല ജീവനൊടുക്കിയത്. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒല്ലൂർ സെന്ററിൽ ചരക്ക് ലോറിയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. എറണാകുളം ഭാഗത്തുനിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസിൽ മരത്താക്കര ഭാഗത്തുനിന്നും ഒല്ലൂരിലേക്ക് വരികയായിരുന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന 5 അയ്യപ്പ ഭക്തർക്കും ബസ് ഡ്രൈവർക്കും പരിക്കേറ്റു. ഇതിൽ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട ലോറി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് ഇടിച്ചു മറിച്ചിട്ടു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു.
കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുമതിലിൽ ഇടിച്ചു കയറി 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫെല്ല എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 6 വയസ്സുകാരി ആമിന, നാജിയ, നജുമ, ഹംസ, ഗ്രീഷ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിലേക്ക് ഇടിച്ചു കയറിയ കാരണം. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗവും മതിലും ഭാഗികമായി തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ സ്കൂട്ടർ ഇടിച്ച് സൈക്കിൾ യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. വരന്തരപ്പിള്ളി സ്വദേശി പൂക്കോടൻ വീട്ടിൽ നിക്സന്റെ മകൻ അനക്സിനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിയെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിക്കുന്ന് അസംഷൻ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്നുവന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന സമാപിച്ചു. വയനാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ നടന്ന കലോത്സവത്തിൽ 53 പോയിന്റോടെയാണ് വയനാട് ജില്ല ജേതാക്കളായത്. 44 പോയിന്റ് നേടിയ ആതിഥേയരായ തൃശൂർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 29 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല 3ാം സ്ഥാനവും നേടി. പ്രധാന വേദിയായ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS വിനയൻ, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അരുൺ P രാജൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർമാരായ KK പ്രസാദ്, K രാധാകൃഷ്ണൻ, സാമൂഹ്യ വികസന സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ 22 വിഭാഗങ്ങളിലായി 14 ജില്ലകളിൽ നിന്നുള്ള ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപനങ്ങളിലെ 600ഓളം പ്രതിഭകളാണ് മാറ്റുരച്ചത്. പ്രാക്ടീസും ഭാഗ്യവും എല്ലാം തുണച്ചുകൊണ്ട് ടീം വയനാട് 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. പഴവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു. റംസാൻ നോമ്പ് അടുത്തതും വേനൽ ചൂട് ഉയരുന്നതുമാണ് വില ഉയരാൻ കാരണം. സീസൺ അല്ലാത്തതും ചൂട് വർദ്ധിച്ചതും കാരണം ആപ്പിൾ, അനാർ, പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങൾക്കെല്ലാം വലിയ തോതിലാണ് വില ഉയർന്നത്. നിലവിൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചിരിക്കുന്നത് ആപ്പിളിനാണ്.
ഇന്ത്യൻ ആപ്പിളുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ന്യൂസിലാൻഡ്, ഇറ്റലി, US, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ ആപ്പിളുകളാണ് വിപണിയിലുള്ളത്. കിലോയ്ക്ക് 200 മുതൽ 250 രൂപ വരെയാണ് ഇതിന്റെ വില. നേരത്തെ 80 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഇന്ത്യൻ ആപ്പിളുകളുടെ സ്ഥാനത്താണ് ഈ കൊള്ളവില. വിലവർധന കാരണം പല ചെറുകിട കച്ചവടക്കാരും ആപ്പിൾ വിൽപ്പന നിർത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ വിവാഹ സീസൺ ആയതിനാലും റംസാൻ ലക്ഷ്യമിട്ട് കർഷകർ വിളവെടുപ്പ് വൈകിപ്പിക്കുന്നതിനാലും പൈനാപ്പിൾ വില 50-ൽ നിന്ന് 80-ലേക്ക് ഉയർന്നു. അനാറിന് 230 രൂപയും പേരയ്ക്കയ്ക്ക് 120 രൂപ വരെയുമാണ് നിലവിലെ വില. വേനൽ കടുത്തതോടെ തണ്ണിമത്തൻ വിപണിയിൽ സജീവമായിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിനും വില വർദ്ധിക്കുമെന്ന് വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും തണ്ണിമത്തൻ എത്തുന്നത്. അതേസമയം വെള്ളമുന്തിരി 140, കറുത്ത മുന്തിരി 160, കിനു ഓറഞ്ച് 100 എന്നിങ്ങനെയാണ് വില. നേന്ത്രപ്പഴത്തിന് വിലയിൽ മാറ്റമില്ലാത്തത് ആശ്വാസമാണ്. ചൂട് കടുത്തതോടെ പഴങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുന്നത് വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. കയ്പമംഗലത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ മജീദിന്റെ മകൻ 32 വയസ്സുള്ള അബ്ദുൾ ഹക്കീമാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 5-ന് വഴിയമ്പലത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. വയോധികയുടെ മാല മോഷ്ടിച്ച പ്രതിയെ പഴയന്നൂർ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശി സെന്തിൽ എന്ന ശരവണനെയാണ് പഴയന്നൂർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഡിസംബർ 23-നാണ് മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ ബൈക്കിന്റെ നമ്പർ ലഭിച്ചു. ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ കുന്നംകുളം റോഡ് നവീകരണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സംഘവും സൈക്കിൾ റാലി നടത്തി. അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ മുതൽ ചൂണ്ടൽ വരെയും തിരിച്ചും 40 കിലോമീറ്ററാണ് സൈക്കിൾ റാലി നടത്തിയത്. 2024 ഒക്ടോബറിൽ റോഡ് മോശം അവസ്ഥയിലായിരുന്നപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറും സംഘവും ഇതേ റോഡിൽ സൈക്ലിംഗ് നടത്തിയിരുന്നു. തൃശൂർ കുന്നംകുളം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഫെബ്രുവരി 20-നകം പൂർത്തിയാകുമെന്ന് KSTP അധികൃതർ അറിയിച്ചു. തൃശൂർ സൈക്കിളേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൈക്കിൾ യാത്രയിൽ കളക്ടറോടൊപ്പം 50 ക്ലബ് അംഗങ്ങൾ പങ്കെടുത്തു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ AC മൊയ്തീൻ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആരംഭിച്ചു. ചിറക്കൽ സെന്ററിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ VK ബാബുരാജ്, വൈസ് ക്യാപ്റ്റൻ പ്രേംരാജ് ചൂണ്ടലാത്ത്, മാനേജർ MN സത്യൻ, TK വാസു, M ബാലാജി, KF ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യന്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന ജീവിതരീതിയെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ സായി മന്ദിരത്തിൽ ശിവരാത്രി സാംസ്കാരിക സമ്മേളനവും ജീവകാരുണ്യ സദസ്സും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സായി സ്പർശം ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ ശബരിമല മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ മൌനയോഗി സ്വാമി ഹരിനാരായണൻ ശിവരാത്രി സന്ദേശം നൽകി. വാർഡ് കൌൺസിലർ ബിന്ദു നാരായണൻ, അരുൺ C നമ്പ്യാർ, എഴുത്തുകാരൻ ജയരാജ് മിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ഇനി എല്ലാ ശിവരാത്രി ദിവസവും പണ്ട് തറവാട് എല്ലാ വിഷയസുഖങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന നമുക്ക് ബോധ്യമുള്ള, എനിക്ക് ബോധ്യമുള്ള സ്വാമിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. LDF ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 18 മുതൽ 21 വരെ വികസന സന്ദേശ ജാഥ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജാഥയ്ക്ക് ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. MS പ്രദീപ് കുമാർ, ജോസ് മുതുകാട്ടിൽ, PD റെജി, വർഗീസ് കണ്ടംകുളത്തി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവർട്ടി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുസ്ഥലങ്ങളിൽ പരസ്യം പതിച്ചവർക്കെതിരെ പിഴ ചുമത്താൻ അധികൃതർ വിമുഖത കാട്ടുന്നതായി പരാതി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് പരസ്യം പതിച്ചവർക്കെതിരെ വലിയ തുകയാണ് അധികൃതർ ഈടാക്കിയിരുന്നത്. എന്നാൽ പുതിയ ഭരണസമിതി നിയമലംഘനത്തിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. UDFന്റെയും ഇടതുപക്ഷ സംഘടനകളുടെ പോസ്റ്ററുകളും ഇത്തരത്തിൽ പതിച്ചിട്ടുണ്ട്. പോസ്റ്ററുകൾക്ക് പുറമെ റോഡരികിൽ നിയമവിരുദ്ധമായി നിരവധി ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന്റെ പറ പുറപ്പെട്ടു. 30 വെള്ളിയാഴ്ച അത്താഴപൂജയ്ക്ക് ശേഷമാണ് പറ പുറപ്പെട്ടത്. പറപ്പുറപ്പാടിന് മുന്നോടിയായി അരീക്കര ഇല്ലത്തെ ഇളയത് ശ്രീകോവിലിനു മുന്നിൽ കുരുത്തോല കൊണ്ട് തോരണം തൂക്കി കൂറയിടൽ ചടങ്ങ് നടത്തി. തുടർന്ന് ക്ഷേത്രമണ്ഡപത്തിൽ അരിമാവുകൊണ്ട് അണിഞ്ഞതിനു ശേഷം ഭഗവതിയുടെ പരിവാരങ്ങളെ പ്രീതിപ്പെടുത്താനായി പെരുംപൂജ നടത്തി. പിന്നീട് ക്ഷേത്ര കോമരം വെളിച്ചപ്പെട്ട് അരിയെറിഞ്ഞു. ഇളയത് ശ്രീകോവിലിനു മുന്നിലെ പീഠത്തിലിരുന്ന് തീർത്ഥം, അരി, പൂവ്, ചിലമ്പ്, വാൾ എന്നിവ സ്വീകരിച്ച്
ദേവിയെ ആവാഹിച്ചു. തുടർന്ന് അവകാശിയായ പാലിശ്ശേരി തറവാട്ട് കാരണവരുടെ കൈപിടിച്ച് ഓലക്കുടയുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ പാമ്പിൻകാവിലേക്ക് പോയി. വടക്കേ ആൽത്തറയിൽ വിളക്ക് തെളിയിച്ച് പ്രദക്ഷിണം വച്ച് അരിയെറിഞ്ഞ് എടുപ്പന്മാരുടെ തോളിലേറി ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് ആദ്യ പറയായ ഹരിജൻ പറ സ്വീകരിച്ചു. അതിനുശേഷം വടക്ക് ദേശത്തെ പറകൾ സ്വീകരിക്കാനായി പുറപ്പെട്ടു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചേലക്കര കാളിയ റോഡ് ആണ്ട് നേർച്ച ആഘോഷിച്ചു. മൌലീദ് പാരായണവും ഗത്തും ദുആയും അന്നദാനവും നടന്നു. കാളിയ റോഡ് പള്ളി ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലംകുളം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗ്രാമീണ വീഥികളിലൂടെ ദഫ്മുട്ടും അറബനയും കോൽക്കളിയുമായി നൃത്തച്ചുവടുകളുമായി എത്തിയ നേർച്ചവരവുകൾ വർണ്ണാഭമായി. പുലാക്കോട് പങ്ങാരപ്പള്ളി മഹല്ല് കമ്മിറ്റി നേർച്ച ആദ്യം പള്ളിയിലെത്തി. മഹല്ല് സെക്രട്ടറി TH മുസ്തഫ കൊടിയേറ്റി. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേർച്ചവരവുകൾക്ക് ശേഷമാണ് യുവജന കമ്മിറ്റികളുടെ നേർച്ച കാഴ്ചകൾ പള്ളിയിലെത്തിയത്. LDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ET ടൈസൺ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. എടത്തിരുത്തി കൂട്ടമംഗലത്ത് നിന്ന് ആരംഭിച്ച ജാഥ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. AV സതീഷ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല, KB ഹൈദ്രോസ്, ജാഥ വൈസ് ക്യാപ്റ്റൻ KV രാജേഷ്, മാനേജർ TK രമേശ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സബ് സെന്റർ. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം ഓഡിറ്റോറിയം പുനർനിർമ്മിക്കുന്നതിന് ആദ്യ ഗഡു അനുവദിച്ചതായി ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 3,07,67,000 രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ഇതിൽ 25 ലക്ഷം രൂപയാണ് ആദ്യ ഗഡുവായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാർച്ച് 31-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അനുവദിച്ച തുക ലാപ്സ് ആകാൻ സാധ്യതയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കലാനിലയത്തിലെ ജീവനക്കാർക്ക് 11 മാസത്തെ ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ അധിക ഗ്രാന്റ് അനുവദിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കലാനിലയം ഭാരവാഹികളായ സതീഷ് വിമലൻ, M ശ്രീകുമാർ, തങ്കപ്പൻ പാറയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട KSRTC ബസ് ബേ കം ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും ചൊവ്വാഴ്ച നടക്കുമെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച 3 കോടി രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ഇതോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും നടന്നു. ജൂബിലി സമാപന സമ്മേളനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ഡോക്ടർ MP ആന്റണി അധ്യക്ഷനായി. സെക്രട്ടറി KJ തോമസ്, ഡോക്ടർ ഫാദർ വിൽസൺ തറയിൽ, ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി, മേജർ ഡോക്ടർ അൽഫോൺസ് ലിഗോരി, KP ആന്റണി, ബേബി പൌലോസ്, ജോസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മാതാവിന്റെ പെൻഷൻ തടഞ്ഞു. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റും BJP നേതാവുമായ കൃഷ്ണപ്രസാദിന്റെ മാതാവിന്റെ പെൻഷനാണ് തടഞ്ഞത്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് പെൻഷൻ കൈപ്പറ്റുന്നു എന്ന CPM പഞ്ചായത്ത് അംഗം ദിലീപിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. പരാതി ശരിവയ്ക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ICDS സൂപ്പർവൈസർ നൽകിയത്. 2000 ചതുരശ്ര അടിയിലെ വിസ്തീർണമുള്ള വീടും വീട്ടിൽ AC-യും കാറുമുണ്ട്. ഇതെല്ലാം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.
കുടിവെള്ള വിതരണ പൈപ്പിടാൻ വേണ്ടി പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ മാസങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ചളിങ്ങാട് റോഡ് ഉപരോധിച്ചു. കോൺഗ്രസ് കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റത്തൈ സെന്ററിൽ നടന്ന ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PA അനസ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ CJ പോൾസൺ, KF ഡൊമിനിക്, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മാളയിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് ആരോപിച്ച് LDF മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കും. പഞ്ചായത്ത് ഭരണത്തിൽ ഇരു പാർട്ടികളും സഹകരിച്ച് സ്ഥിരം സമിതികൾ പിടിച്ചെടുത്തുവെന്നാണ് LDFന്റെ ആരോപണം. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് മാള ടൌണിൽ സംഘടിപ്പിക്കുന്ന വിശദീകരണ പൊതുയോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ഉദ്ഘാടനം ചെയ്യും. മനുഷ്യച്ചങ്ങലയ്ക്ക് മുന്നോടിയായി ചൊവ്വാഴ്ച വാർഡ് തലത്തിൽ മതനിരപേക്ഷ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കളായ KV ഡേവിസ്, സുഗിത് രവി, ബിനിൽ പ്രതാപൻ, ക്ലിഫി കളപ്പറമ്പത്ത് എന്നിവർ അറിയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിന്റെ 70-ാം വാർഷികം ആഘോഷിച്ചു. എഴുത്തുകാരൻ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായി. മാറുമറയ്ക്കൽ സമര പോരാളികളായ വെള്ളറോട്ടിൽ മീനാക്ഷി, KK ചീരു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് VK വിജയൻ, പുകസ സംസ്ഥാന കമ്മിറ്റി അംഗം CF ജോൺ ജോഫി, ജില്ലാ പ്രസിഡന്റ് VD പ്രേംപ്രസാദ്, സെക്രട്ടറി MN വിനയകുമാർ, സുരേഷ് പുതുക്കുളങ്ങര, V. മുരളി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 7 വർഷമായി കാക്കകളെ വിരുന്നൂട്ടുകയാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്തയിലെ പലചരക്ക് കട ജീവനക്കാരനായ മുരളി. കോട്ടപ്പുറം ആംഫി തിയേറ്ററിലെ ഹൃദ്യമായ പുലർക്കാല കാഴ്ചയാണ് മുരളിയുടെ ഈ വിരുന്നൂട്ടൽ. രാവിലെ പുഴയോരത്ത് വന്നിരിക്കാറുള്ള മുരളി ആദ്യമൊക്കെ തെരുവുനായ്ക്കൾക്കാണ് ബിസ്ക്കറ്റ് നൽകിയിരുന്നത്. പിന്നെ കാക്കകളും ബിസ്ക്കറ്റ് തിന്നാൻ എത്തി തുടങ്ങി. ചന്ത ദിവസങ്ങളായി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒഴികെ മുരളി കാക്കകൾക്ക് പ്രഭാത ഭക്ഷണം നൽകാനെത്തും. പക്ഷി കൊടുത്ത വലിയ താല്പര്യമായിരുന്നു. പിന്നെ കാക്കകളെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് സ്ഥിരമായി അത് കൊടുത്തു തുടങ്ങി. പിന്നെ ഒരു ദിവസം കൊടുക്കാണ്ടിരുന്നാൽ അവർക്ക് ആകെ വിഷമാണ്. തലയിലൊക്കെ വന്നിരുന്ന് കൊത്താറുണ്ട്. പിന്നെ സ്ഥിരമാക്കിയത് ഒരു 6-7 വർഷമായി. പിന്നെ അതൊരു ശീലമായി മാറി. രാവിലെ 7 മണിയോടെ മുരളിയെ കാത്ത് കാക്കകൾ വന്നിട്ടുണ്ടാവും. ദിവസവും 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മുരളി കാക്കകൾക്കായി കരുതാറുണ്ട്. പക്ഷികളിൽ ഏറ്റവും ബുദ്ധിമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാക്കകൾ മനുഷ്യരോട് പൊതുവെ അകലം പാലിക്കാറാണ് പതിവ്. എന്നാൽ എന്നും ഭക്ഷണം വിളമ്പുന്ന മുരളിയോട് ചെങ്ങാത്തം കൂടാൻ ഇവയ്ക്ക് മടിയില്ല. തലശ്ശേരി സ്വദേശിയായ മുരളി കഴിഞ്ഞ 12 വർഷമായി കൊടുങ്ങല്ലൂരിലാണ് താമസം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ ബോൺ ആൻഡ് ജോയിന്റ് ഫൌണ്ടേഷന്റെയും പുത്തൻപീടിക പാതുവ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മുതൽ പകൽ 1 മണി വരെയാണ് ക്യാമ്പ്. ഡോക്ടർമാരുടെ ഫീസ് സൌജന്യമാണ്. ആദ്യ പരിശോധനയിൽ സൌജന്യ മരുന്നും ലഭിക്കും. ക്യാമ്പിന് ശേഷം പാതുവ ആശുപത്രിയിലെ ആദ്യ പരിശോധന സൌജന്യമായി ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡോക്ടർ AN സുഗേഷ്, നാസർ അന്തിക്കാട്, സിസ്റ്റർമാരായ ഹേമ മേരി, തുളസി എന്നിവർ പങ്കെടുത്തു. KM സീതി സാഹിബ് അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ KM സീതി സാഹിബ് പുരസ്കാരം മതിലകം പുതിയകാവ് അൽനൂർ സെന്റർ ജുമാ മസ്ജിദിന് പ്രമുഖ ബഹുഭാഷാ പണ്ഡിതൻ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി സമ്മാനിച്ചു. KM സീതി സാഹിബ് അനുസ്മരണ സമിതി സംസ്ഥാന പ്രസിഡന്റ് PS സീതി അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് നോവലിസ്റ്റ് TK ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം കൾച്ചറൽ ഫൌണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇക്ബാൽ വലിയ വീട്ടിൽ പ്രശസ്തി പത്രം നൽകി. യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ മുഹമ്മദ് ഷെജീൻ മേത്തർ, MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, മതിലകം പഞ്ചായത്ത് മെമ്പർ RM ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ഏകാദശിയോടനുബന്ധിച്ച് വില്ലാദ്രിനാഥ ക്ഷേത്ര സന്നിധിയിൽ ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയം കൃഷ്ണനാട്ടം അവതരിപ്പിച്ചു. അവതാരം കഥയാണ് അരങ്ങേറിയത്. MV ഉണ്ണികൃഷ്ണൻ, കൃഷ്ണകുമാർ, കിഷോർ, K ധർമ്മരാജൻ, ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച സഹോദരങ്ങൾക്ക് ശ്വസനോപകരണങ്ങൾ നൽകി പൂവത്തൂരിലെ ജെന്റിൽമാൻ ക്ലബ്ബ്.
പൂവത്തൂർ ചൂളപ്പുരയ്ക്ക് സമീപം പുളിച്ചാറം വീട്ടിൽ ബഷീറിന്റെയും ഫാത്തിമയുടെയും മക്കളായ ഫിദ, ഫാസ്ദിൽ എന്നിവരാണ് അപൂർവ രോഗം പിടിപെട്ട് വലയുന്നത്. ശരീരത്തിലെ മസിലുകൾ ക്ഷയിക്കുന്നതാണ് രോഗാവസ്ഥ. മുല്ലശ്ശേരി BRC നടത്തിയ ഭിന്നശേഷി ക്യാമ്പിൽ ഇവരുടെ ദുരിതം കണ്ടറിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MK അനിൽകുമാറും ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബ് ഭാരവാഹികളെ വിവരമറിയിച്ചു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ജെന്റിൽമെൻസ് ക്ലബ് അംഗം 1.25 ലക്ഷം രൂപ വിലയുള്ള ശ്വസനോപകരണം നൽകാമെന്ന് ജനപ്രതിനിധികളെ അറിയിച്ചു. സമർപ്പണ ചടങ്ങ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് അധ്യക്ഷനായി. മുല്ലശ്ശേരി BRCയിലെ PS സംഗീത, സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് NP അബൂബക്കർ, നേതാക്കളായ PK രാജൻ, KK സാബു, CJ സ്റ്റാൻലി, പ്രസാദ് പണിക്കൻ, ജെന്റിൽമെൻസ് ക്ലബ് അംഗങ്ങളായ VS സെബി, ജിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. കൊടകര പന്തല്ലൂർ ശ്രീ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിനും പിതൃബലി തർപ്പണത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച വൈകിട്ട് മറ്റത്തൂർ പള്ളമുറി യുവജന സംഘത്തിന്റെ ചെണ്ടുകാവടി, ശിങ്കാരിമേളം, ഭജൻ സന്ധ്യ. തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് ദീപം എഴുന്നള്ളിക്കൽ. തുടർന്ന് രാമചന്ദ്രൻ ഇളയത്, ശിവൻ ശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ പുഴയോരത്ത് ബലിതർപ്പണവും നടക്കും. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ചുവല്ലൂർപ്പടി, തളിക്കുളങ്ങര, കളരിക്കൽ രാധാകൃഷ്ണൻ പണിക്കരുടെ വഴിപാട് പൂരത്തിൽ കൊമ്പൻ അമ്പാടി മാധവൻകുട്ടി ഭഗവതിയുടെ തിടമ്പേറ്റി. വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു. പാണ്ടിമേളവും തനിമയാർന്ന നാടൻ കലാരൂപങ്ങളും എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത ഫാൻസി വെടിക്കെട്ടോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കൺവെൻഷൻ നടന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ, ട്രഷറർ VV നാരായണൻ, KV പുഷ്പ, ബിന്ദു രവീന്ദ്രൻ, മിനി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ആദരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന ആദരം കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. PB ജോഷി, EV ദിനേശ്, ബിജോയ് എരണേഴത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാലക്കുടിയിൽ കുരങ്ങന്റെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീകൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയതിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് പരാതി. ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈല ജീവനൊടുക്കിയത് കുറിപ്പെഴുതി വെച്ച ശേഷം. കൊല്ലൂർ സെന്ററിൽ ചരക്ക് ലോറിയും ശബരിമല തീർത്ഥാടകരുടെ ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുമതിലിടിച്ച് കയറി 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. പരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ സ്കൂട്ടറിടിച്ച് സൈക്കിൾ യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്ക്. സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന സമാപിച്ചു. വയനാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. ആതിഥേയരായ തൃശൂരിന് 2ാം സ്ഥാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,
കണ്ണിലെ കൃഷ്ണമണി പോലെ.